പർച്ചേസ് ഓർഡർ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ. പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ ഇതൊക്കെ നമ്മളൊരു വൗച്ചറായിട്ട് എൻട്രി ചെയ്യുന്നത് എങ്ങനെയെന്നതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം F11 ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. F11 ഫീച്ചേഴ്സിൽ കമ്പനി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഇൻവെൻട്രി ഫീച്ചേഴ്സ് വരുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഇൻവെൻട്രി ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻവെൻട്രി ഫീച്ചേഴ്സിൽ കുറച്ച് ഓപ്ഷനുകൾ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ വൗച്ചേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എലോ സീറോ വാല്യൂ എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. എലോ സീറോ വാല്യൂ എൻട്രി. എലോ സീറോ വാല്യൂ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഇല്ലാത്ത എൻട്രീസ് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് എലോ സീറോ വാല്യൂ എൻട്രി. ഉദാഹരണത്തിന് നമ്മൾ ഫ്രീ ഐറ്റം കൊടുക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെ കൂടെ അതേ സാധനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രം, ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ കാണിക്കാറ്, അതിൻ്റെ പ്രൈസ് അവിടെ കൊടുക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ആ വൗച്ചർ സേവ് ആവണമെങ്കിൽ എലോ സീറോ വാല്യൂ എൻട്രി ആക്കി കൊടുത്താൽ മാത്രമേ ആ വൗച്ചർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പർച്ചേസ് ഓർഡറിൽ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഓർഡറിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കാറുള്ളൂ, പ്രൈസ് കാണിക്കില്ല. കാരണം അതിൻ്റെ വില എത്രയാണ്, ഇപ്പോഴത്തെ റേറ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത്ര എണ്ണം എന്ന് പറഞ്ഞ് ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പ്രൈസും കൂടെ എൻട്രി ചെയ്യാറുണ്ട്. ഇനി പ്രൈസ് ഇല്ലാതെ ക്വാണ്ടിറ്റി മാത്രമായിട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വൗച്ചർ സേവ് ആവണമെങ്കിൽ നമുക്ക് എലോ സീറോ വാല്യൂ എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ ആക്കി കൊടുക്കണം. അപ്പോൾ ഇത് ആദ്യമേ തന്നെ ആക്കി സേവ് ചെയ്യണം എന്നില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ വൗച്ചർ സേവ് ആയിട്ടില്ല, നോ വൗച്ചേഴ്സ് എൻറ്റേർഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിക്കും നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രം ആക്കി കൊടുത്താലും മതി. അതല്ല ആദ്യമേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ആക്കി കൊടുക്കാം. അപ്പോൾ എലോ സീറോ വാല്യൂ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഇല്ലാത്ത എൻട്രീസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ആക്കി കൊടുക്കുന്നു. അടുത്തത് നമുക്ക് വേണ്ടത് എലോ പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആക്കി കൊടുക്കേണ്ടത്. പർച്ചേസ് ഓർഡർ വൗച്ചർ കിട്ടണമെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് ആക്കി കൊടുക്കണം. സെയിൽസ് ഓർഡറും കൂടെ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എലോ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ആക്കി കൊടുക്കുക. അടുത്തത് റിട്ടേൺസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണൊക്കെ ചെയ്യാനാണ് നമ്മൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ആക്കുക. അല്ല എൻട്രി ചെയ്യുന്ന സമയത്ത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് സെറ്റാക്കി കൊടുക്കാം. അടുത്തത് വരുന്നത് ഡെലിവറി ഓർ റെസിപ്റ്റ് നോട്ട്. യൂസ് ട്രാക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഡെലിവറി ഓർ റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതും കൂടെ നമ്മൾ ആക്കി കൊടുക്കണം. ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 1-ാം തീയതി ഒരു പർച്ചേസ് ഓർഡർ കൊടുത്തു. പർച്ചേസ് ഓർഡർ കൊടുത്തതിന് ശേഷം 3-ാം തീയതി നമുക്ക് ഗുഡ്സ് കിട്ടുകയാണ്. ഗുഡ്സ് മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ, അതിൻ്റെ കൂടെ ബില്ല് ആ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ബില്ല് പെൻഡിങ് നിന്നിട്ട് ഗുഡ്സ് മാത്രം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് പർച്ചേസിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. ബില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പർച്ചേസ് വൗച്ചറിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഈ സാധനം നമുക്കിവിടെ കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടി അത് എൻട്രി ചെയ്യേണ്ടത് റെസിപ്റ്റ് നോട്ട് വൗച്ചറിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് ബില്ല് പെൻഡിങ് നിന്നുകൊണ്ട് ഗുഡ്സ് മാത്രമായി നമുക്ക് വരികയാണ് തൽക്കാലത്തേക്ക്. അങ്ങനെ വരുമ്പോൾ ബില്ല് പെൻഡിങ്ങിൽ നിന്ന് ഗുഡ്സ് മാത്രം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ റെസിപ്റ്റ് നോട്ട് വൗച്ചറിലാണ് എൻട്രി ചെയ്യേണ്ടത്. അതിനാണ് ഇവിടെ റെസിപ്റ്റ് നോട്ട് വൗച്ചർ ആക്കി കൊടുക്കുന്നത്. അതേപോലെ സെയിൽസിൻ്റെ കേസിൽ നമ്മൾ സെയിൽസ് ഓർഡർ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് ഗുഡ്സ് മാത്രമായിട്ടാണ് തൽക്കാലം കൊടുക്കുന്നത്, ബില്ല് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് ഡെലിവറി നോട്ട് എന്ന് പറയുന്ന വൗച്ചറിൽ വേണം എൻട്രി ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡെലിവറി നോട്ടും കൂടെ നമ്മൾ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് നോട്ട് വൗച്ചറും ഡെലിവറി നോട്ട് വൗച്ചറും ബില്ല് പെൻഡിങ് നിൽക്കുമ്പോൾ നമ്മൾ ഗുഡ്സ് സ്വീകരിക്കുകയാണെങ്കിൽ അത് റെസിപ്റ്റ് നോട്ടിലും, ബില്ല് പെൻഡിങ് നിർത്തി ഗുഡ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഡെലിവറി നോട്ടിലും വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഓപ്ഷൻ ആക്കി കൊടുക്കുക. അടുത്തത് യൂസ് റിജക്ഷൻ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ റിജക്ഷൻ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണും കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് റിജക്ഷൻ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. റിജക്ഷൻ ഇൻവേർഡ് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേണെ കാണിക്കാനും റിജക്ഷൻ ഔട്ട്വേർഡ് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേണെ കാണിക്കാനും.
അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും റിട്ടേണിൻ്റെ പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ. അതെന്താന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിജക്ഷൻ ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ബില്ല് പെൻഡിങ് നിൽക്കുന്ന സമയത്ത് റിട്ടേൺസ് വരുമ്പോഴാണ് റിജക്ഷൻ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് നോട്ടിൽ നമ്മൾ കാണിക്കേണ്ടത്. നമ്മളിപ്പോൾ 1-ാം തീയതി ഓർഡർ കൊടുത്തു, 3-ാം തീയതി നമുക്ക് ഗുഡ്സ് കിട്ടി, 4-ാം തീയതിയും 5-ാം തീയതി ആയിട്ടാണ് നമുക്ക് ബില്ല് കിട്ടുന്നത്. അപ്പോൾ ബില്ല് കിട്ടുന്നതിന് മുന്നേ ആയിട്ട് റിട്ടേൺ വരിക, പർച്ചേസ് റിട്ടേൺ വരികയാണെങ്കിൽ അപ്പോൾ നമ്മളത് റിജക്ഷൻ ഔട്ട്വേർഡിൽ വേണം എൻട്രി ചെയ്യാൻ. അതേപോലെ സെയിൽസ് റിട്ടേൺ നമ്മൾ ഗുഡ്സ് ഓർഡർ റിസീവ് ചെയ്തു, സെയിൽസ് ഓർഡർ റിസീവ് ചെയ്തു, ഡെലിവറി നോട്ടിൽ നമ്മൾ എൻട്രി ചെയ്തു, ബില്ല് പെൻഡിങ് നിൽക്കുന്ന സമയത്ത് തന്നെ അവർ ആ സാധനം റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ റിജക്ഷൻ ഔട്ട്വേർഡ് നോട്ടിൽ വേണം എൻട്രി ചെയ്യാൻ. അപ്പോൾ ബില്ല് പെൻഡിങ് നിൽക്കുമ്പോൾ വരുന്ന റിട്ടേൺസ് ആണ് റിജക്ഷൻ ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് നോട്ടിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് എസ് ആക്കി കൊടുക്കുന്നത്. അതല്ലാതെ നമുക്ക് ഓർഡർ കൊടുത്തതിന് ശേഷം ബില്ലും കിട്ടി, ഒപ്പം തന്നെ ഗുഡ്സും ബില്ലും ഒപ്പമാണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ റെസിപ്റ്റ് നോട്ടിൻ്റെയോ ഡെലിവറി നോട്ടിൻ്റെയോ ഒന്നും ആവശ്യമില്ല, നേരെ നമുക്ക് പർച്ചേസിൽ എൻട്രി ചെയ്യാം. ബില്ലും ഗുഡ്സും ഒരേ സമയം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ എൻട്രി ചെയ്ത് നേരെ പർച്ചേസിലാണ് എൻട്രി ചെയ്യേണ്ടത്. അതേപോലെ അതിന് ശേഷം ബില്ലും ഗുഡ്സും കിട്ടിയതിന് ശേഷമുള്ള റിട്ടേൺ, ബില്ല് കിട്ടിയതിന് ശേഷമുള്ള റിട്ടേൺസ് ആണെങ്കിൽ അത് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ ഇത്രയും ഓപ്ഷനുകൾ നമ്മൾ എസ് ആക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അക്കൗണ്ടിങ് വൗച്ചറിലേക്ക് വരണം. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചർ എടുത്തതിന് ശേഷം ഇപ്പോൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് കിടക്കുന്നത്, നമുക്കൊരു ഓർഡർ കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ഒരു ഓർഡർ നമുക്ക് സെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് Alt F4 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ഓർഡർ എന്നുള്ളത് വരും. അതിൽ നമ്മൾ പാർട്ടി നെയിം കൊടുക്കുകയാണ്. ആർക്കാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ആ കമ്പനിയുടെ പേര് നമ്മൾ കൊടുക്കുക. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് കൊടുക്കുക. പർച്ചേസ് ഓർഡറാണ്, ഇപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് കൊടുത്തു. ഇവരുടെ ഫുള്ള് ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻട്രി ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ എൻട്രി ചെയ്യുക. കാരണം നമുക്ക് ബില്ല് വരുന്ന സമയത്ത് ഇവരുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഫുള്ള് ഡീറ്റെയിൽസ്, പിൻകോഡും അതുപോലെ പാൻ നമ്പറും സെയിൽസ് ടാക്സ് നമ്പറും എല്ലാം അതും നമ്മളിവിടെ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തതിന് ശേഷം ഇവിടെ പർച്ചേസ് ഓർഡർ നമ്പർ, ഒരു ഓർഡർ നമ്പർ നമ്മൾ കൊടുക്കണം. അപ്പോൾ പർച്ചേസ് ഓർഡർ എന്നുള്ളതിന് PO എന്നുള്ളത് കൊടുത്തു, PO നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ നമ്മളിവിടെ എൻട്രി ചെയ്യുക. ഇനി ഇവിടെ പർച്ചേസ് എന്നുള്ളത് അത് ഓൾറെഡി അവിടെ ക്രിയേറ്റഡ് ആണെങ്കിൽ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇതിലൊന്നും ഒരു വൗച്ചേഴ്സും അല്ലെങ്കിൽ ഒരു ലെഡ്ജറും നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നെയിം ഓഫ് ഐറ്റത്തിൻ്റെ അവിടെ ഏത് ഐറ്റമാണോ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ഐറ്റത്തിൻ്റെ പേര് Alt C എന്നുള്ളത് അടിച്ച് ക്രിയേറ്റ് ചെയ്യുക. യൂണിറ്റ് കൊടുക്കുക. നമ്പറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഫോർമൽ നെയിമിൻ്റെ അവിടെ നമ്പർ എന്നുള്ളത് ടൈപ്പ് ചെയ്യണം. ഡെസിമൽ പ്ലേസ്, പോയിൻറ്റിന് ശേഷം എത്ര നമ്പറാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. 2 നമ്പറാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ 2 എന്നുള്ളത് കൊടുത്തു. ഇനി എൻട്രി ചെയ്യുക. ഇവിടെ ക്വാണ്ടിറ്റി കാണിക്കണം, എത്ര എണ്ണമാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേറ്റ് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ റേറ്റ് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിതിനെ എൻട്രി ചെയ്യുന്നു, ക്വാണ്ടിറ്റി കൊടുത്തു. ഇനി നമ്മളിതിനെ സേവ് ചെയ്യുക. ഇപ്പം നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഈ ഓർഡർ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഗുഡ്സ് വരികയാണ്. ബില്ല് പെൻഡിങ്ങിൽ നിന്നുകൊണ്ടാണ്, ഗുഡ്സ് മാത്രമാണ് വരുന്നത്, ബില്ല് നമുക്ക് കിട്ടുന്നില്ല, ഗുഡ്സ് മാത്രമായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് റെസിപ്റ്റ് നോട്ടിലാണ് നമ്മളത് എൻട്രി ചെയ്യേണ്ടത്. റെസിപ്റ്റ് നോട്ട് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ Alt F9 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് നോട്ടിൻ്റെ വൗച്ചർ ഇവിടെ വരും. റെസിപ്റ്റ് നോട്ട് വന്നു. പാർട്ടി നെയിമിൻ്റെ അവിടെ ഏത് കമ്പനിക്കാണോ ഓർഡർ കൊടുത്തത് ആ കമ്പനിയുടെ പേര് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. കമ്പനിയുടെ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കൊടുത്ത ഓർഡർ നമ്പർ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഓർഡർ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യണം. ഓർഡർ നമ്പർ സെലക്ട് ചെയ്യുക. ഇനി എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തതിന് ശേഷം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ താഴെ കണ്ടു ഓട്ടോമാറ്റിക്കായിട്ട്
നമ്മുടെ കൊടുത്ത ഐറ്റം അവിടെ കാണിച്ചു തരും. ആ ഓർഡർ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഐറ്റം കാണിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഐറ്റം അവിടെ വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തു വന്ന പ്രോസസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഐറ്റത്തിൻ്റെ പേര് കാണിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ കൊടുത്ത സാധനം റിസീവ് ചെയ്തതായിട്ട് കാണിക്കുകയാണ്. നമുക്ക് കിട്ടി, ബില്ല് കിട്ടിയിട്ടില്ല പക്ഷേ. അപ്പോൾ നമ്മളത് റിസീവ് ചെയ്തതായിട്ട് കാണിച്ചു. ഇനി ഇതിനെ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു, അതിന് ശേഷം റെസിപ്റ്റ് നോട്ടിൽ വന്ന് ഗുഡ്സ് നമുക്ക് കിട്ടിയതായിട്ട് കാണിച്ചു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗുഡ്സ് ബില്ല് നമുക്ക് കിട്ടുകയാണ്. ബില്ല് നമുക്ക് കിട്ടുമ്പോൾ അതാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ബില്ല് കിട്ടുന്നതിനേക്കാൾ മുന്നേ ഒരു 2 എണ്ണം നമ്മൾ റിട്ടേൺ ആയിട്ട് കാണിക്കുക ചെയ്യേണ്ടത്. റിജക്ഷൻ ഔട്ട്വേർഡിൽ കാണിക്കണം. ഒരു പർച്ചേസ് റിട്ടേൺ, അത് ഡാമേജോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നമുക്ക് റിട്ടേൺസ് വരികയാണെങ്കിൽ അത് പർച്ചേസ് റിട്ടേണിൽ നമ്മൾ കാണിക്കണം. റിജക്ഷൻ ഔട്ട്വേർഡാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം ബില്ല് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ റിജക്ഷൻ ഔട്ട്വേർഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഓൾട്ട് F6 എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിജക്ഷൻ ഔട്ട്വേർഡ് എന്ന് പറയുന്ന വിൻഡോ വരും. ഈ റിജക്ഷൻ ഔട്ട്വേർഡിൽ നമ്മളിതിൽ പാർട്ടി നെയിം കൊടുക്കണം. ഒയാസിസിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അവിടെ ഡീറ്റെയിൽസ്, അവരുടെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വരും. ഇനി നമുക്ക് ഏത് ഐറ്റമാണ് നമ്മൾ എടുത്തിരുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിന്ന് എത്ര എണ്ണമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുക. ഇവിടെ 2 എന്നുള്ളത് കൊടുത്തു, എൻട്രി ചെയ്യുക. ഇനി ഇതിനെ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതും കാണിച്ചു. ഇനി ബില്ല് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ആ പർച്ചേസ് ബില്ല് ഇവിടെ എൻട്രി ചെയ്യണം. അപ്പോൾ പർച്ചേസ് ബില്ല് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവിടെ സാധാരണ നമ്മൾ പർച്ചേസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പർച്ചേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി നെയിം സെലക്ട് ചെയ്യണം. പാർട്ടി നെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ ഒരു ട്രാക്കിംഗ് നമ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് 1 എന്നുള്ള നമ്പറാണ് കൊടുത്തിരുന്നത്. അവിടെ നമുക്ക് വരുന്ന ബോക്സ് നമ്പറാണ്, അതിൽ തന്നിരിക്കുന്ന നമ്പറാണ് കൊടുക്കേണ്ടത്. നമ്മളവിടെ 1 എന്നാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ആ ട്രാക്കിംഗ് നമ്പറിൽ കൊടുക്കുന്ന അതേ നമ്പർ നമ്മളിവിടെ റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എൻട്രി ചെയ്യണം. ഈ റെസിപ്റ്റ് നോട്ട് എന്നുള്ള സ്ഥലത്ത് ആ നമ്പർ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ നമ്പർ വരും. അപ്പോൾ ഇനി നമ്മൾ ഓർഡർ നമ്പർ വന്നു, ഇനി താഴെ വരിക, ഇവിടെ വന്നിട്ട് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടു 48 എന്നുള്ളതായി. കാരണം നേരത്തെ നമ്മൾ 50 എണ്ണമായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ വന്നിട്ട് 2 എണ്ണം നമ്മൾ ഇതിനിടയ്ക്ക് റിട്ടേൺ ചെയ്തിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി 48 എണ്ണമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതേപോലെ റേറ്റിൽ ഇനി നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതാണ് നേരത്തെ പറഞ്ഞ ട്രാക്കിംഗ് നമ്പർ. ഇത് നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്തും ആ റെസിപ്റ്റ് നോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ട്രാക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇവിടെ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്രയാണ് നമ്പർ വേണ്ടതെന്നുള്ളത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതാണ് നമ്മൾ റെസിപ്റ്റ് നോട്ടായിട്ടും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ട്രാക്കിംഗ് നമ്പർ വന്നു, ഇതെടുക്കുക. 48 റേറ്റിൻ്റെ അവിടെ നമുക്ക് 300 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ സമയത്ത് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഇട്ട റേറ്റാണ്, പക്ഷേ ബില്ല് വന്നപ്പോൾ റേറ്റ് കുറച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 300 എന്നുള്ളത് കൊടുത്തു. ഇനി എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ഡീറ്റെയിൽസ്, അതായത് ടാക്സും GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എൻട്രി ചെയ്തതിന് ശേഷം നമ്മളിതിനെ സേവ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളൊരു പർച്ചേസ് ഓർഡർ സെറ്റ് ചെയ്യുന്നത്. പർച്ചേസ് ഓർഡറും അതേപോലെ തന്നെ സെയിൽസ് ഓർഡറും ഇതേ രീതിയിലാണ്. നമ്മൾ പർച്ചേസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ബില്ല് കിട്ടാതെ ഗുഡ്സ് വന്നപ്പോൾ റെസിപ്റ്റ് നോട്ടിൽ ചെയ്തു. അതിന് പകരം സെയിൽസിൻ്റെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡെലിവറി നോട്ടിൽ ചെയ്യണമെന്നുള്ള വ്യത്യാസം. അതേപോലെ റിജക്ഷൻ ഔട്ട്വേർഡ് എന്നുള്ളത് റിജക്ഷൻ ഇൻവേർഡ് ആയിട്ട് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഓർഡർ പ്രോസസ്സിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. താങ്ക് യു.